ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാങ്ങയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇതേമാതിരി മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിക്കോളി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവട്ടും ഒന്ന് ചൂടാക്കി എടുക്കണേ. എന്നിട്ട് ഉലുവട്ട് ചൂടാക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കറിവേപ്പിൻ്റെ ഇല എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്ന് വിചാരിക്കണു. അപ്പം എൻ്റെ വീട്ടിലുണ്ട്, ഒരു വലിയ മരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലപ്പം തന്നെ ഇഞ്ചി ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടൊന്ന് ഒപ്പം നിന്നൊന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ടും ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. എന്നിട്ട് കല്ലുപ്പോ അല്ലെങ്കിൽ സാദാ ഉപ്പോ, ഞങ്ങളിപ്പോൾ എടുത്തത് കല്ലുപ്പാണ് എടുത്തിക്കണേ. സാദാ ഉപ്പില്ലൊരു സാദാ ഉപ്പ് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് കല്ലുപ്പും ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ആ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. എന്താ വെച്ചാൽ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അച്ചാർ പൊടി ഇടേണ്ടത് കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു മസാല പരുവത്തിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഞങ്ങൾ കുറച്ചും കൂടി ഇട്ടു കേട്ടോ. ഒരു സ്പൂണ് ബാക്കിൽ ഒന്നും കൂടി ഇട്ടു കേട്ടോ. എന്താ വെച്ചാൽ ഒരു എരുണ്ടായിക്കോട്ടെ, അച്ചാറാണെന്ന് തെളിക്കണ്ടേ. അപ്പോൾ ഒരു എരുക്കെ ഉണ്ടാവണേ നല്ലതായിരിക്കും. അപ്പോൾ നല്ല എരിവാണെങ്കിൽ മുളക് പൊടി ജസ്റ്റ് ഇപ്പം ഉണ്ടാക്കുന്ന മസാലയിലോ അല്ലെങ്കിൽ ലാസ്റ്റ് മാങ്ങൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ താരനായ നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ മസാലയിലേക്ക് മാങ്ങ ചേരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ മാങ്ങ കഴിക്കാൻ. ഓക്കെ, അപ്പം മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കാൻ നമ്മളൊന്ന് മസാലയിലാക്കണം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വ്ളോഗ്. ബൈ ബൈ.